ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഷാജൻ തുണ്ടത്തിലാണ്, ഷെറിക്സ് ആയുർവേദിക്സിൽ നിന്ന്. വളരെ സന്തോഷത്തോടുള്ള ഒരു ദിവസമാണ്. എത്ര വയസ്സായിരുന്നു? 33 വയസ്സ്. ഇവർക്ക് കഴിഞ്ഞ നവംബറിലാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്, അല്ലേ? UAE-യിലിരുന്നു. കാണിച്ചോട്ടെ. ഓക്കെ. അനുഭവം എന്ന് പറയാമോ? കയ്യൊന്ന് കാണിച്ചേ. ഓക്കെ. ഇതെനിക്ക് കുറേ വർഷങ്ങളായിട്ട് കൂടി നിന്നൊരു അസുഖമായിരുന്നു. എനിക്കങ്ങനെ ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ ഉറങ്ങാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അത് നമുക്ക് ജീൻസൊക്കെ ഇടുമ്പോഴത്തേക്കും കാലിലേക്ക് ഇത് ഈ മുറിവുകളെല്ലാം ഒട്ടിപ്പിടിച്ച് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്തത്. കോണ്ടാക്ട് ചെയ്ത് നമ്മൾ ഒക്ടോബർ അവസാനമായപ്പോഴേക്കും മരുന്ന് സ്റ്റാർട്ട് ചെയ്തു. നവംബർ ആയപ്പോൾ എല്ലാം ഒന്ന് കൂടി വന്നു. പിന്നെ ഡിസംബർ ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് കുറഞ്ഞു. ഡിസംബർ ആയപ്പോഴത്തേക്ക് ഒന്ന് കുറവായി തുടങ്ങി. അത് പരിപൂർണ്ണമായിട്ട് ഈ ഒരു അവസ്ഥയിലെത്തിയത് ഏപ്രിൽ ആയപ്പോഴത്തേക്കാണ് പറഞ്ഞ വർക്കിയോ ഇടയ്ക്ക് മരുന്ന് നിർത്തുകയായിരുന്നു, ഒന്ന് സ്റ്റോപ്പ് ആയിരുന്നു. അപ്പൊ കൂടിയോ? ഇല്ല, പെട്ടെന്ന് ഒരുപാട് കൂടിയില്ല, ചെറിയ രീതിയിലൊന്ന് ഇതായതേ ഉള്ളൂ. അപ്പൊ നമ്മൾ വീണ്ടും മരുന്ന് റീസ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു ഈ മാസം ഏപ്രിൽ മാസം ആയപ്പോഴത്തേക്കും നന്നായിട്ട് പൂർണ്ണമായിട്ടും മാറി. കറുത്ത പാടുകൾ മാത്രമേ ഉള്ളൂ. എന്നുള്ളൂ. ഇങ്ങനെ എന്റെ കൈയും കാലൊക്കെ കണ്ടു ഒരുപാട് വർഷങ്ങളായി. അതിനൊരുപാട് ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡാണ്. പ്രവാസിയാണ് കേട്ടോ. അപ്പോ ഇവരുടെ ആരോ ഒരു ബന്ധു ഷെറിക്സിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഇവര് സത്യത്തില് ഷെറിക്സുമായിട്ട് ബന്ധപ്പെടുന്നത്. മരുന്ന് പല പ്രാവശ്യം അയച്ചു കൊടുക്കാൻ DHLലും ഒക്കെ ഡിലേ ആവുന്ന സമയത്ത് ലാഗ് ആവാതിരിക്കാൻ പലരും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ആൾക്കാരെ ഹെൽപ്പ് ചെയ്തു കേട്ടോ, നല്ല മനുഷ്യര്. നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ നല്ല മനുഷ്യരാന്നേ. ഇപ്പോ ഉറക്കം എങ്ങനെയുണ്ട്? ഉറക്കം നല്ല രീതിയിൽ ആയിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ നല്ല ചൊറിച്ചിലല്ലായിരുന്നു? ഭയങ്കര ചൊറിച്ചിലായിരുന്നു. ചൊറിഞ്ഞ് നേരം വെക്കുമ്പോഴത്തേക്ക് നമുക്ക് ബെഡിൽ നിന്ന് ഞാൻ വാരി എടുക്കുകയായിരുന്നു. നേരത്തെ സ്കിന്ന് പൊളിഞ്ഞു കിടക്കും ബെഡിലും ഷീറ്റിലും എല്ലാം. അങ്ങനെ എല്ലാ ദിവസവും അല്ലെങ്കിൽ 2 ദിവസം എന്തായാലും ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും എല്ലാം ചേഞ്ച് ചെയ്യേണ്ടി വരും. അത്രയും ബ്ലഡിന്റെ സ്റ്റെയിനും ഈ പൊടിയും എല്ലാം നല്ല രീതിയിലുണ്ടായിരുന്നു. അത് ദേഹത്തും എല്ലാം. അതായത് തലയിലും തല മുതൽ പാദം വരെ എനിക്കുണ്ടായിരുന്നു. അതല്ല നിങ്ങളുടെ ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ബ്ലഡ് വരുമായിരുന്നു. അതെ, ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഡ്രസ്സും ഇടാൻ പറ്റത്തില്ലായിരുന്നു. കംഫർട്ടായിട്ട് യാത്ര പോകാനോ ഒന്നും പറ്റില്ലായിരുന്നു. നല്ല ചൊറിച്ച് കൈവേദന ഉണ്ടായിരുന്നല്ലോ? ഉണ്ട്, കൈ ജോയിന്റിനെല്ലാം വേദന ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറിയോ? മാറി. അത് എത്ര ദിവസം എടുത്തു അത് മാറാൻ? അത് മാറാൻ എന്തായാലും 3-4 മാസത്തിന് മേലെ എടുത്തു. 4 മാസത്തോളം എടുത്തു. ഓക്കെ. ഇപ്പോ ടോട്ടൽ ഹാപ്പിയാണ്? വളരെ ഹാപ്പിയാണ്. ഞാൻ ഇത്രയും നിങ്ങൾ ചെയ്തെന്ന സാറിനോട് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് എന്റെ ഫാമിലിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അവധിക്ക് വന്നപ്പം സാറിനെ എന്തായാലും കണ്ടെനിക്ക് നന്ദി പറയാതെ പോയത് അത് വലിയൊരു തെറ്റായി പോകുന്നു ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ സാറിനെ കാണാനും നന്ദി പറയാനൊക്കെ ഞങ്ങൾ വന്നത്. സാറിനെ ദൈവം തീർച്ചയായിട്ടും ഒരുപാട് അനുഗ്രഹിക്കട്ടെ. സാറിനെ കുടുംബത്തെ സന്തോഷം. നിങ്ങൾക്ക് ഇത്രയും വലിയ മാറ്റം ഉണ്ടായത് കാണുമ്പോൾ കാര്യം കഴിഞ്ഞ നവംബർ മുതൽ നമ്മൾ സംസാരിക്കുന്നുണ്ട്, സംശയങ്ങൾ ചോദിക്കാറുണ്ട്, ചിലപ്പോൾ അധികരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്. ഞാൻ എപ്പോ വിളിച്ചാലും എനിക്ക് സാറാണെങ്കിലും ഇവിടുത്തെ സ്റ്റാഫാണെങ്കിലും എല്ലാവരും എനിക്ക് ആൻസർ ചെയ്യും. എന്ത് പ്രശ്നം വന്നാലും അപ്പോഴും എനിക്ക് വിളിച്ച് ഇങ്ങനെയാണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ മരുന്ന് തീരാറാവുമ്പോഴേ എവിടുന്നാണെങ്കിലും സാർ എനിക്ക് ദുബായി തന്നെ അവിടെ റെഡിയാക്കി തരുന്നുണ്ട്. അതിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. വളരെ സന്തോഷം. കാര്യം മിക്കവാറും എൻ്റെ അടുത്ത് വരുന്ന സ്ത്രീകളൊക്കെ വളരെ നിരാശരാണ്. ഒന്ന്, അവർക്ക് ഈ ഒരു രോഗാവസ്ഥ പുറത്ത് പറയാൻ പറ്റുന്നില്ല, ആരുമായിട്ടും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞ പോലെ നല്ല ചൊറിച്ചിലും വേദനയും ഉണ്ട് ചിലർക്കൊക്കെ. പലരും വരുന്ന ആത്മഹത്യ ചെയ്തുകളെ ഇതൂടെ നോക്കൂ എന്നും പറഞ്ഞാൽ എൻ്റെ അടുത്ത് വരുന്നത്. അപ്പം അവരോടൊക്കെ ഞാൻ പറയും, ധൈര്യമായിട്ടിരുന്നു, പേടിക്കേണ്ട. ഇത് കൂടിയിട്ടേ കുറയും. അത് 10% ആൾക്കാർക്കാണ് കേട്ടോ, എല്ലാവർക്കും അല്ല, 10% ആൾക്കാർക്കാണ് ഇത് കൂടിയിട്ട് കുറയും. നിങ്ങളോട് ഞാൻ പറഞ്ഞു കൂടിയിട്ടേ കുറയത്തുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുകൊണ്ടാ കൂടിയപ്പോ നിങ്ങൾ പേടിക്കാന്. അതേസമയം അല്ലേ? എപ്പോഴായിരുന്നു, എത്ര നാൾ കഴിഞ്ഞ? ഞാൻ ഒന്ന് പറഞ്ഞു 28 മുതൽ 42 ദിവസത്തിനകത്ത് കൂടി. പക്ഷെ എന്നിട്ട് നിർത്തിയില്ല. ഇല്ല, എനിക്ക് സാധാരണ വിശ്വാസമായിരുന്നു. കാരണം എന്റെ ലാസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു ഇത്. കാരണം 3 വർഷം ഞാൻ ഇംഗ്ലീഷ് മെഡിസിനും ഒക്കെ എടുത്തിട്ട് എനിക്ക് ഒരു കുറവില്ലായിരുന്നു. ഹോമിയോ ഞാൻ ആദ്യം എടുത്തു, അതൊന്നും എനിക്കൊരു കുറവില്ലായിരുന്നു. പിന്നെ ആയുർവേദ ആശുപത്രിയിൽ പോയി ഞാൻ മരുന്ന് വാങ്ങി, എന്നിട്ടും എനിക്കൊരു കുറവ് വന്നില്ല.
അത് രക്തവാദത്തിന്റെ ആണ്, അങ്ങനെയൊക്കെയാണ് എന്നോടൊന്ന് പറഞ്ഞത്. പക്ഷെ ഇതെല്ലാ മെഡിസിനും അവര് പറയുന്ന പോലെ ഫോളോ ചെയ്തിട്ട് കുറഞ്ഞില്ല. പക്ഷെ ഇടയ്ക്ക് ഞങ്ങളുടെ മെഡിസിന്റെ ഇടയ്ക്കും പഥ്യം ചിലപ്പോ തെറ്റിച്ചായിരുന്നു. ഇടയ്ക്കൊന്നും എവിടെയെങ്കിലും പാർട്ടി അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പോകുമ്പോഴേക്കും തെറ്റുന്നുണ്ടായിരുന്നു. എന്നാലും ദൈവം കാത്തു ഇത്രയൊക്കെ ആയി. എന്തായാലും അനുഭവം പങ്കുവച്ചതിൽ വളരെ സന്തോഷം. ഈ രോഗാവസ്ഥ മാറിയത് ഇങ്ങനെ തന്നെ കുറെ കാലം നിലനിൽക്കട്ടെ. അതായത് 100% ഇത് ഇനി വരില്ല എന്നൊന്നും ഞങ്ങൾ പറയില്ല. ഞങ്ങൾ പറയുന്നത് ഈ പറയുന്ന പോലെ ചില ആഹാര പദാർത്ഥങ്ങൾ പഥ്യം ചില കാര്യങ്ങളിൽ മാത്രം നമ്മൾ ജീവിതകാലത്തിന് ഉപയോഗിക്കാൻ പാടില്ല. ബാക്കിയൊക്കെ നോർമലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു കുഴപ്പമില്ല. 1 വർഷം കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ ഈ രോഗാവസ്ഥയിൽ നിന്നും പൂർണ്ണമായിട്ട് നമ്മൾ മാറുകയുള്ളൂ. അപ്പൊ അതുവരെ ഇടയ്ക്കൊക്കെ ഒരെണ്ണം വന്നാലോ പോയാലോ ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓയിൽ മാത്രം യൂസ് ചെയ്യുക. ഇൻടേക്ക് ചെയ്യാനുള്ള മെഡിസിൻസ് തൽക്കാലം 3 മാസമാണ് ഞങ്ങൾ ആൾക്കാരോട് പറയുന്നത്. നിങ്ങൾ അകത്ത് കഴിക്കാനുള്ള മരുന്ന് 3 മാസവും ബാക്കി ഓയിൽ യൂസ് ചെയ്യുക. ആ ഓയിൽ മാത്രമായിട്ട് ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപയോഗിക്കാനേ പറയുന്നുള്ളൂ. ഡെയിലിയും വേണ്ട. ആഴ്ചയിൽ 2 പ്രാവശ്യം 1 വർഷത്തേക്ക് ഈ സാധനം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇത് വരാനുള്ള സാധ്യത കുറയുന്നുണ്ട്. 2 വർഷത്തിൽ കൂടുതൽ രോഗാവസ്ഥ മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് കൂടുതലും ആൾക്കാർക്ക് അങ്ങനെയാണ്. ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമാണ് ആക്സിഡന്റ് ആയി മുറിവ് പറ്റി അങ്ങനെയുള്ളവർക്ക് വീണ്ടും ഇത് വരുന്നുണ്ട്. മനസ്സിലായോ? അല്ലാതെ കൈ മുറിഞ്ഞാല് കാല് മുറിഞ്ഞാല് അങ്ങനെയൊക്കെ വരുന്നവർക്ക് 1 2 പൊട്ട അവിടെ ഇവിടെയും വരും. അപ്പോഴേ അവരുടെ കയ്യിൽ ഈ ഓയിലുണ്ട്, അവരത് ഉപയോഗിക്കുന്നുണ്ട്, അവർക്ക് പിന്നെ അത് വരുന്നില്ല. അതുകൊണ്ട് ടെൻഷൻ വേണ്ട. 33 വയസ്സേ ഉള്ളൂ. നിരാശയൊക്കെ മാറ്റിവെക്കുക. ഏറ്റവും നല്ല രീതിയിൽ കോൺഫിഡന്റ് ആയിട്ട് എവിടെയും ഇടിച്ചു കയറി പോവുക. ജോലി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. ടെൻഷൻ ഒഴിവാക്കുക. ഓക്കെ എന്നാ, താങ്ക് യു.